ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാട്ടിൽ പോവാം. അതെ, നമ്മളിന്ന് ചെറിയൊരു വലിയ കാട്ടിൽ പോവാം. കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത് നടക്കാതെ പോയൊരു ചെറിയ യാത്ര. ഇത്തവണ വലിയ പ്ലാനിങ് ഒന്നുമില്ല, അതുകൊണ്ടങ്ങ് നടന്നു പോയാലോ. സ്ഥലം ഏതാന്ന് വഴിയെ പറയാം, അതുവരെ ആർക്കും അറിയുന്ന സ്ഥലമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഹൈ റേഞ്ച് കയറി ഇവിടെയാണ് മക്കുവള്ളി. ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കഞ്ഞിക്കുഴിയിലുള്ള ഒരു കാടിന് നടുവിലുള്ള ഒരു സ്ഥലമാണ് മക്കുവള്ളി. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും. നമ്മൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത് അവസാനം നടന്നൊരു യാത്രയാണ്. വണ്ടിയൊക്കെ ചെല്ലും കേട്ടോ. നമ്മൾ പിന്നെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി കുറച്ച് നടന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവസാനം മക്കുവള്ളി എത്തി. കണ്ടു, കൊയ്ത്ത് കഴിഞ്ഞ പാടം, പണ്ടത്തെ പോലത്തെ നാട്ടും മണ്ണ് വഴികൾ, പഴയ കടകൾ, എന്ത് രസമാണെന്നറിയാം. ഒരു തനി ഗ്രാമം. നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് മക്കുവള്ളി കാണാൻ ഇറങ്ങുക. ഇത് മീൻകുളം കേട്ടോ, എൻ്റെ വീട്ടിലുള്ള മീൻകുളമാണ്. ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ കാട്ടിലേക്ക് പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ നിന്ന് കാട് കണ്ടോ, 4 പാടും കാടാട്ടോ. കാടും മലയും കുന്നൊക്കെ നിറഞ്ഞ് കുന്നിൻ്റെ ചെരുവിലായിരിക്കണം മക്കുവള്ളി. ഭയങ്കര രസമാണ്, നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കാടെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഇത്രയും ഭീകരതയൊന്നും ഇല്ലായിരുന്നു. ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ, അതുപോലെ. ഇപ്പം വീഡിയോയിലൂടെ നോക്കുമ്പോൾ അത്രയ്ക്ക് ഇതില്ല. ഒരു മരത്തിൻ്റെയൊക്കെ സൈസ് കാണണം. 2 പേര് 3 പേര് ചുറ്റും നിന്ന് പിടിച്ചാൽ പോലും എത്താത്ത ടൈപ്പ് മരങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. കാടെന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ചെറിയൊരു കാടുണ്ടാവും, അങ്ങനെ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടോ, ഇതൊരു ചെറിയ തോട്, ചെറുതല്ല വലിയ തോട്. ഈ അരുവിയില്ലേ, കാട്ടരുവി. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വേനലല്ലേ, അതുകൊണ്ട് വെള്ളമൊന്നുമില്ല. മഴക്കാലത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം മഴയത്ത് പോകാണ്ട്. പിന്നെ ഇത് നടന്ന് കയറി അങ്ങ് മുകളിൽ ഏറ്റവും ടോപ്പിൽ ചെല്ലണം. നമ്മൾ നിറച്ചും കല്ലുകളാണ്. ഓരോ കല്ല് കടന്ന് കയറിപ്പോൾ അതൊക്കെ കണ്ടോ. ഇച്ചിരി ടാസ്ക്കായിരുന്നു, എങ്കിലും നല്ല രസമായിരുന്നു. ഇത് കണ്ടോ, ഇത് വലിയൊരു പാറ. നമ്മൾ കയറി ഒരുപാട് ദൂരം നടന്ന് വന്നിട്ട് എത്തിയതാണ്. കാണുമ്പോൾ ചെറിയ പാറ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ മണ്ടയിൽ അവിടെ ചെല്ലണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടു. എങ്കിലും നല്ല രസമായിരുന്നു കാണാൻ. എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങ് പോയപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങ് താഴേന്ന് നമ്മൾ കയറി വന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ശ്വാസം കിട്ടാതെ ഇരിക്കണ ഇരിപ്പാണ്. ഇനി മലയും കൂടെ കയറിയാൽ മതി, പിന്നെ നമ്മൾ ടോപ്പിൽ ചെല്ലും. നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തു. എന്ത് രസമാണെന്നറിയാം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ ആകെ ഒരു വിഷമം, ഇതെല്ലാം തിരിച്ചിറങ്ങണമല്ലോ എന്ന് വിചാരിച്ചാൽ. നമ്മൾ ആ മല കയറി ഏറ്റവും ടോപ്പിലെത്തി. എന്നിട്ട് കാട് കയറി നടക്കുക. അത്യാവശ്യം നല്ല ഇരുട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. ആനയൊക്കെ ഉണ്ട് കേട്ടോ. ആനയെ കാണുമോ എന്ന് പേടിച്ചാണ് പോയത്. ആന വന്ന് എന്ത് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചൊരു പേടിച്ചൊക്കെയാണ് പോയതെങ്കിലും നല്ല രസമായിരുന്നു. ആൾക്കാരില്ല, മനുഷ്യന്മാരില്ല, എന്തൊക്കെയോ കിളികളുടെ സൗണ്ടും, അങ്ങനെ നമുക്ക് പേടിപ്പിക്കണ ഒരു അന്തരീക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേന് നമ്മൾ തിരിച്ചിറങ്ങി ഓടാനുള്ള പുറപ്പാടിലായിരുന്നു. വഴി അറിയാവുന്ന അവൻ ഫ്രണ്ടിലോടി, വഴി അറിയാത്ത ഞങ്ങൾ പുറകെ ഓടി. അവസാനം താഴെ വന്നു, നേരെ ഇരുട്ടി തുടങ്ങി. സന്ധ്യയായപ്പം ഒരു ജിഞ്ചർ സോഡ കുടിച്ചു. പിന്നെ ചായയും കാപ്പിയൊക്കെ അമ്മ ഉണ്ടാക്കി തന്നു, അത് കഴിച്ചു. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ശരി, കാണാം. അത്രയൊക്കെ ഉള്ളൂ.